അർഹമുറാഹിമേ കാട്ടിത്താറിവിൻ പൂന്താരം കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. കുറച്ച് കാലമായിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. പുതിയ പേരേക്ക് വന്നിട്ട് മനസ്സമാധാനത്തോടു കൂടി ഒരു ഭക്ഷണം ഉണ്ടാക്കാനോ ഒരു സമാധാനത്തിലൊരു വീഡിയോസ് എടുക്കാനോ ഒന്നും കൂടിയിട്ടില്ല അല്ലേ. അപ്പോൾ ഒക്കെ ശരിയാവും, ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നും തീരും. നമ്മൾ ദുആ ചെയ്യാം നമുക്ക് അല്ലേ. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. പിന്നെ എന്താ മക്കളെ, ഇന്നിപ്പോൾ എന്താ അവിടെ ആശുപത്രിയിൽ പോയി കിടന്നതെന്നായിരിക്കൂലേ. ഒരാഴ്ച ആയിട്ട് നിങ്ങൾക്ക് അറിയാം നെട്ടോട്ട് ഓടുകയാണെന്നല്ലേ. അപ്പോൾ ഒരു റെസ്റ്റും ഇല്ലായിട്ടായിരിക്കും. ഒരു 4 മണിയൊക്കെ ആയപ്പോഴേ കാക്കൂന് ലേശം ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ മഞ്ചേരങ്ങാടി പോയി വാങ്ങിച്ചു കൊടുന്നു. കുറച്ച് ഗുളികയൊക്കെ വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിക്കൊടുന്നു കാണ്ടി. അപ്പോൾ കാക്കൂന് വയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ ഓടി നടക്കണ്ടേ എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ഇച്ചൂനും കൊണ്ടാ മഞ്ചേരിക്ക് പോയിരുന്നു കേട്ടോ. പോയപ്പോഴൊന്നും കേടില്ല. പോന്ന് ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ ആകെ നമ്മളെ ശരീരമൊക്കെ വിയർക്കണ പോലെ തോന്നി. അപ്പോൾ തന്നെ എനിക്ക് എന്തോ മിസ്റ്റേക്ക് തോന്നിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ വേഗം ചായയൊക്കെ ഷെയ്മോൾ ചായയൊക്കെ ഉണ്ടാക്കി ചേരുന്നു. അതൊക്കെ വലിച്ചു കുടിച്ചോടുകൂടി പിന്നെ ഛർദിക്കലും ആകെ തല മിന്നി വിയർത്ത്. അപ്പോൾ എന്നത്തെയും പോലെ പ്രഷറൊക്കെ പാടെ കുറഞ്ഞതായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കാണ്ട് ഗ്ലൂക്കോസ് ഇട്ടുകാണ്ട് പെട്ടെന്ന് ഇവിടെ ചിറ്റത്ത് വേറെ പോയിക്കാണ്ട് ഗ്ലൂക്കോസ് ഇട്ട് പോന്നു കേട്ടോ. ഋതുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ. ഓനപ്പോത്തിന് പണിക്ക് പോയിരുന്നു. പിന്നെ കാക്കുമായിരുന്നു പിന്നെ കൊണ്ടയാക്കി. കാക്കുവിന് എന്നെ നീച്ചാൻ വെച്ച് എന്നാലും കഴിയണ പോലെ അവിടെ കൊണ്ടയാക്കിക്കാണ്ട് ഗ്ലൂക്കോസ് ഇട്ടുകാണ്ട് കാക്കൊണ്ട് പോന്നു കേട്ടോ. പിന്നെ ഋതു വന്നിട്ടാണ് ഞാൻ പോരുന്നത്. ഋതു വന്നിട്ടാണ് പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണത്. ഞാൻ ഓനോട് പറഞ്ഞു എടാ വീഡിയോ എടുക്കുക, 2 ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന്. ഓൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. മങ്ങളൊന്ന് അടങ്ങി വെക്കി, അല്ലാതെ ഇപ്പം നമ്മൾ ആരും കണ്ടാ നിൽക്കണല്ലേ. നമ്മളെ പണികളും നമ്മളെ കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. എല്ലാം ചെയ്ത് മുന്നോട്ട് പോകണല്ലേ. ഒന്നൊരു പാത്രം അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് മോറാന്ന് കരുതി പാത്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ നേരം വെളുത്താലും നമ്മളൊക്കെ തന്നെയല്ലേ എടുക്കാമല്ലത്. പിന്നെ അന്തിപ്പാതിർക്ക് ഗ്ലൂക്കോസൊക്കെ ഇട്ട് വന്ന് കാണ്ടേ അടങ്ങി കിടക്കാനൊന്നും കൂടൂല. നിങ്ങൾക്ക് അറിയില്ലേ, മണ്ടി വന്ന് കാണ്ട് ചോറ് ലേശം ഷെയ്മോളവിടെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ കൈപ്പങ്ങ ഉപ്പേരിയും വെച്ച് ബാക്കിയുള്ള കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു. മെഷീന് പണി മുടക്കിയോണ്ടേ പിന്നെ കുറച്ച് നമ്മൾ കല്ലുമട്ട് കാണ്ടൊക്കെ തിരുമ്പായിരുന്നു. നേരം വെളുക്കോളം കാത്തു തറന്നാൽ കുറേ ഉണ്ട് കേട്ടോ മക്കളെ. ഇന്നത്തെ ഇന്നലത്തെ ഒക്കെ ഉണ്ട്. പിന്നെ വെള്ളം വരുന്ന ദിവസമാണ്. അപ്പം ലേസം അതുകൊണ്ട് എടുത്തുകാണ്ട് അങ്ങോട്ട് തിരുമ്പി കഴിഞ്ഞാൽ നാളെ നേരം വെളുത്താൽ വെള്ളം വരും കേട്ടോ. അപ്പം എല്ലാ വെള്ളം കൊണ്ടാണ് തിരുമ്പി കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. പിന്നെ നിങ്ങൾ കരുതും നേരം വെളുത്ത് വെള്ളം വന്നിട്ട് തിരുമ്പിയാൽ പോരെ, അതിനൊന്നും ഒഴിവുണ്ടാവില്ല. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതങ്ങനെ കുറച്ച് അങ്ങോട്ട് അർജൻറ്റില്ല, കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാല്ലേ നമ്മളിങ്ങോട്ട് വരുതി ഇടാഞ്ഞാൽ ഒന്നും നടക്കൂല. അപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ നമ്മളെ ഋതുകൂട്ടനെ പിടിച്ചിരുന്നു കേട്ടോ. ഹോം വണ്ടി നിൽക്കാണ്ട് പിന്നെ ഞാൻ ഇവിടെ ഉച്ചക്ക് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതൊക്കെ തിന്നുകാണ്ട് ഓന് വേഗം ഗ്ലൂക്കോസ് ഏറ്റിന് കൊടുത്തേക്ക് വന്ന് കാണ്ടേ അതൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി കേട്ടോ. മഞ്ഞപ്പിത്തത്തിൻ്റെ ഉണ്ടോയെന്ന് എനിക്ക് ആകെ കൂറി പിടിച്ചലൊക്കെ ആയപ്പോഴേ ഡോക്ടർക്ക് തന്നെ സംശയം കാക്കൂന് ഇല്ലോണ്ട്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ആ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഡോക്ടർ പ്രഷർ നന്നായിട്ട് കുറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊന്നും റെഡി ആവായിട്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാക്കണം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതിയാണ്. വീട്ടിൽ പോയിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കണുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ. പിന്നെന്താ അത് ആ തിരുമ്പൽ കുറച്ചൊക്കെ അവിടെ തിരുമ്പിയിട്ടിക്കാണ്ട് ബാക്കിയിലൊന്നും തുടച്ച് എടുക്കട്ടെ എന്ന് കരുതിക്കാണ്ട്. രാത്രി ഇവിടെയാണ് കിടക്കൽ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഒന്നും തുടച്ചെടുക്കാൻ ഞാൻ ബേബിയാളും മുട്ടായിയാളും മിച്ചറും അതും ഇതൊക്കെ ഇട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നാണ് നന്നാക്കി വൃത്തിയാക്കട്ടെ എന്ന് കരുതി അവിടെയൊക്കെ ഒന്നും തുടച്ച് വൃത്തിയാക്കിട്ടോ. പിന്നെ ഷെയ്മോളെ ഏൽപ്പിച്ചാനാവില്ല എന്ന് നിങ്ങൾക്ക് അറിയണമാണ് അല്ലേ. ഓളിപ്പോൾ കുട്ടികളെ ഉമ്മാനെയൊക്കെ ഓളെ ഏൽപ്പിച്ച് കണ്ടല്ലേ പോലെ. പിന്നെ പാത്രങ്ങളൊക്കെ എല്ലാമൊക്കെ ഓൾ വൃത്തിയാക്കി വെച്ചിരുന്നു, അടിച്ചു വരിത്തൊന്നും ചെയ്തു കേട്ടോ. പിന്നെ എന്താക്കിയായിരുന്നു നെല്ലിയാണ് കേട്ടോ. അതിൻ്റെ വലിയ മുത്തച്ചി താത്താനെ ഏൽപ്പിച്ചിരുന്നു കേട്ടോ. താത്ത എടുത്തു വെക്കലാട്ടോ. നമ്മൾ ആ പാടം തോടൊക്കെ ഉണ്ടല്ലോ അവിടെ നമ്മളെ പഴയ വീടിൻ്റെ അവിടെ താത്ത എടുത്തു വെക്കലാണ് കേട്ടോ. അപ്പോൾ അത് കൊടുന്നുകാണ്ട് രാവിലെ നമ്മൾ വെറും വയറ്റിലൊക്കെയാണ് കുടിച്ചല്ലേ. അപ്പോൾ രാവിലേക്ക് ഒന്നും കിട്ടിയൊന്നുമില്ല, പാലൊന്നും കിട്ടിയില്ല. അപ്പോൾ വൈകുന്നേരമാണ് പാല് ലേസം കൊണ്ടുവരുന്നത് കുട്ടികൾക്ക്. അപ്പോൾ അതിൽക്കൂടെ കാക്കൂന് ലേസം അങ്ങോട്ടേ അരച്ച് പിഴിഞ്ഞ് കൊടുക്കാമെന്ന് കരുതി. എന്താ മക്കളെ തീരെ ഒരു കുറവില്ലാത്ത പോലെ എനിക്ക് ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ 5 ദിവസം മെഡിസിൻ കഴിച്ച് ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോന്ന എന്നാലും ഒരു സമാധാനമില്ല. കാക്കൂന് സ്വയം ഒന്നും എടുക്കാൻ കഴിയണില്ല കേട്ടോ. കുളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം കേട്ടോ. എല്ലാം പെട്ടെന്ന് ഷിഫാനും വേണ്ടി കണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അറിയണാണല്ലേ ഒറ്റക്കാണ് എല്ലാം കൂടിയും കാട്ടിക്കൂട്ടണത് ഞാനെന്ന്.
ഇൻഷാല്ലാ എന്നിപ്പോൾ ഇങ്ങനെയൊന്നും റബ്ബ് പരീക്ഷിക്കൂലല്ലോ. പഠിച്ചോന് ഇഷ്ടമുള്ള പോലെയാണ് പഠിച്ചോൻ കൂടുതൽ പരീക്ഷിക്കുക എന്ന് പറയില്ലേ. അൽഹംദുലില്ലാ അതിൽ ഞാൻ ഭാഗ്യവതി തന്നെയാണ് കേട്ടോ. നിങ്ങളൊക്കെ ചിരിക്കണുണ്ടാവൂലേ. അപ്പോൾ അതാക്കണ് കിയാർനെല്ലി അരച്ച് കുമ്പളങ്ങ ആക്കിക്കാണ്ട് കാക്കൂന് കൊണ്ടുപോയി കൊടുക്കട്ടെ. ബാക്കി ഉമ്മമാക്ക് ഞാൻ എന്ത് കാട്ടിക്കണെന്നോ, ഉമ്മമ്മ കഞ്ഞി വേണ്ട എനിക്ക് ലേശം പഴം എന്തെങ്കിലും തന്നാളായിരുന്നു. അപ്പം അമ്മക്ക് പഴം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഉമ്മമാൻ്റെ ഗുളികയും കൊടുത്തിട്ടുണ്ട്. മറ്റേ എന്നും കഞ്ഞി കുടിച്ചിട്ടേ ഇപ്പോൾ ചപ്പാത്തിയും കുഴപ്പാത്തിയും ഒന്നും ഉണ്ടാക്കാൻ ഒരു ഒഴിവും കിട്ടലില്ല. നിങ്ങൾക്ക് അറിയില്ല, എന്നാലും കഴിയണ പോലെ കണ്ട് ഉണ്ടാക്കി കൊടുക്കൽ തന്നെയാണ് കേട്ടോ. അതാണ് കാക്കൂന് ഞാൻ കിയാർനെല്ലി അരച്ചതാണ് കൊടുക്കട്ടെ എന്ന് കരുതിക്കാണ്ടേ. പിന്നെ എടുത്താൽ തീരാത്ത പരിപാടികൾ തന്നെയായിരിക്കും. ഒരു പേരൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാമല്ലേ. എൻ്റെ അമ്മ പറയും ഒരു നായി വെക്കണം എന്നുണ്ടെങ്കിൽ 40 കുമ്പിടണം പറഞ്ഞോളെ അറിയും. ഞാനിങ്ങനെ നുള്ളി പൊറുക്കി പറയുമ്പോൾ ഇത് തീരുന്നില്ല പണി, ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതാണോ ചോദിച്ചു ഇടക്കിടക്ക് കേട്ടോ. ഇടക്കിടക്ക് അളകൊക്കെ ചെയ്യും കേട്ടോ. ഷെയ്മോളൂർ ഇതും അങ്ങനെ മിണ്ടാതെ നിൽക്കും. അയ്യെല്ലാം കൂടി ഇങ്ങോട്ട് താങ്ങാൻ കഴിയാട്ടോ. ഓലെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓല് ചെയ്ത് തരും കേട്ടോ. ഇപ്പം കാക്കൂന് തീരെ വയ്യാത്തതുകൊണ്ട്, മറ്റേ കാക്കു നിങ്ങൾക്ക് അറിയണാണില്ലേ, എല്ലാ ഹെൽപ്പിങ്ങിനും കാക്കുണ്ടാവും. ഇനി പണിക്ക് പോവുകയാണെങ്കിൽ തന്നെ രാവിലെ നീച്ച് കാക്കു ചെറിയ ഡ്യൂട്ടികളൊക്കെ കാക്കു ചെയ്തു തരും. തിരുമ്പാലൊക്കെ അന്ന് മെഷീനിലുള്ളന്ന് അതൊക്കെ തിരുമ്പി വൃത്തിയാക്കി തരും. അങ്ങനത്തെ പണികളൊക്കെ കാക്കു കൊടുക്കും. നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ തീരെ വയ്യാത്തതുകൊണ്ടേ. പിന്നെന്താ അപ്പോഴത്തിന് ഞാൻ ഷെയ്മോളോട് ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് കഞ്ഞി കൊടുത്തു പറഞ്ഞു. അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്തുകാണ്ട് കുട്ടികളൊക്കെ മേലൊക്കെ കഴുകി 10-12 മണിയായിക്കണ് കിടന്നപ്പോൾ കേട്ടോ. പിന്നെന്താ നേരം വെളുത്തിട്ടില്ല പരിപാടികളാണ് അടുത്തത് കേട്ടോ. അപ്പോൾ തിരുമ്പിക്കാണ്ട് അവിടെ വെച്ചു എന്നല്ലാതെ തോരട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചാറ്റൽമായല്ലേ. അപ്പോൾ ഷെയ്മോളോട് രാവിലെ എണീറ്റപ്പോൾ ഞാൻ പറഞ്ഞാൽ മുറ്റടിച്ച് വരികാണ്ട് ഷെയ്മോളെ തോരട്ട് വിട് പറഞ്ഞു. നേരം വെളുത്താലും എന്തെങ്കിലുമൊക്കെ ഒരു പിത്തന പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരം പോണ വൈജന്നെ കാണില്ല അപ്പം എനിക്ക് കേട്ടോ, ഒരു ഒഴിവില്ലായിട്ട്. പിന്നെന്താ വെണ്ടക്കയാണ് കേട്ടോ. വെണ്ടക്ക ഇങ്ങനെ മുകളിടുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ വല്ലാതെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലാതെ തന്നെയാണ് ഒരു നുള്ളു ഉറ്റിച്ചിട്ടുള്ളൂ കേട്ടോ. തീരെ ഉറ്റിച്ചണ്ടാന്ന് പറഞ്ഞിരിക്കണില്ലേ നിങ്ങൾ. പക്ഷേ കറി വെച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതെഴുതിക്കാണ്ട് ഞാനങ്ങനെ എണ്ണയിലിട്ട് കാണ്ടൊന്നും തൂമിച്ച് കാണ്ടൊന്നും കൊടുക്കില്ല കേട്ടോ. ചെറുതായിട്ട് ഒന്നിങ്ങോട്ട് അമ്മക്ക് ഉണ്ടാക്കണ കറിയില്ലേ അതിൽ ഞാൻ തുള്ളിയും കൂടി ഉറ്റിച്ചൂല. അങ്ങനെ വെണ്ടക്ക ഉണ്ടാക്കുക. വെണ്ടക്ക മുളിട്ട് ഉണ്ടാക്കി കൊണ്ടുവരണപ്പോഴേ അത് രാവിലെ പൂള വെച്ചതാണ് കേട്ടോ. രാവിലെ ഞാനിന്ന് പൂളയാണ് വെച്ചത്. അപ്പോൾ പൂള കടുകറുത്തിക്കാണ്. കാക്കൂന് കൊടുത്തിട്ടില്ല കേട്ടോ. കാക്കൂന് പുഴുങ്ങിയിട്ടാണ് കൊടുത്തത് കേട്ടോ. അതിലും എണ്ണ നമ്മൾ കടുകൊക്കെ ഇട്ട് കാണ്ട് എണ്ണ ഇട്ട് തൂമിച്ചൂലേ എന്ന് കരുതിക്കാണ്ടേ. അപ്പോൾ കാക്കൂന് 3-4 പീങ്ങിയത് അങ്ങോട്ട് മാറ്റി വെച്ചു. ചായയും കൊടുത്തു കേട്ടോ. പിന്നെന്താ രാവിലെ എന്തെങ്കിലും എണീറ്റ് കാണ്ട് ഞാൻ പഴമോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനത്തെ ഒക്കെ കൊടുക്കും. നമ്മൾ ഇച്ചൂനെ മദ്രസ്ക്ക് പറഞ്ഞേക്കാൻ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇച്ചൂനും മദ്രസ ഇല്ല കേട്ടോ. അപ്പം ഞാൻ നീച്ച് കാണ്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കല. നൂൽപുട്ടോ പുട്ടോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിക്കാണ്ട് തന്നെ കൊടുക്കല്. എണ്ണയിലിട്ട സംഭവങ്ങളൊന്നും കൊടുക്കല്ല കേട്ടോ. നമുക്ക് കറി ഉണ്ടാക്കുകയാണിത്. എന്നാലും ഞാൻ അതിൽ എണ്ണയൊന്നും വല്ലാതെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഒക്കെ അങ്ങോട്ട് ഒപ്പിച്ച് കൂട്ടിക്കാണ്ട് പോട്ടെ എഴുതിക്കാണ്ട്. ഇനിയിപ്പോൾ കാക്കൂന് വേറെ അമ്മക്ക് വേറെ നല്ലതൊന്നല്ലല്ലോ ഇപ്പം എണ്ണ അത്ര വലിയത് എഴുതിക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. പിന്നെന്താ ഉള്ളിയും തക്കാളിയും വാട്ടിയിക്കണ്. അതേപോലെ അതിക്ക് മഞ്ഞപ്പൊടി മുളകും പൊടി പുളി ഇങ്ങോട്ട് പിഴിഞ്ഞ് പാരട്ടോ. തുള്ളി ചോറും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉപ്പേരി ഉണ്ടല്ലോ. പിന്നെന്താ കൂടുതൽ ആൾ കമൻറ്റുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. ഞാൻ ചോദ്യോത്തരം ചെയ്യാൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കുറേ ദിവസമായി മെനക്കെടണമെന്നാകുമ്പോൾ നമ്മൾ റിതുവിനെ കിട്ടലില്ല. ഇപ്പോൾ ഈ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയൊക്കെ ആവും വരാൻ കേട്ടോ. പിന്നെ അതുകൊണ്ട് പിന്നെ അവനും തന്നെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ വയ്യ. പിന്നെ ഇത് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ എനിക്കിന്നിപ്പോൾ ക്ഷീണം കുഴക്കമൊക്കെ ആയിട്ട് ഞാനവിടെ കടന്നു. അപ്പോൾ പിന്നെ വീഡിയോസും പോന്നിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസ് വിടാൻ ഞങ്ങൾക്ക് അറിയാം. അപ്പം അയിമലാണ് ഇപ്പോൾ പിടിച്ച് നിൽക്കണത് നമ്മൾ എന്നില്ലേ. അപ്പം അത് എപ്പോഴേലൊക്കെ തട്ടിക്കൂട്ടിക്കാണ്ടാണ്ട് വിടും കേട്ടോ. ഒന്നാണ് സ്കിപ്പ് അടിച്ചാതെ കണ്ടുകാണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എണ്ണയും ബണ്ണൊക്കെ വരും. ഒന്ന് സ്ലോവിലായിരിക്കും വരിക. ഒക്കെ നമ്മളെ കൈ എത്തണ്ടേ എല്ലായിടത്തേക്കും. അതുകൊണ്ടാണ് കേട്ടോ. കാക്കൂന് ലേസം കഞ്ഞി എന്തേലൊക്കെ കൊടുക്കട്ടെ. ഉപ്പേരി എന്തേലൊക്കെ കൂട്ടിക്കാണ്ട്. പിന്നെ ചട്ടിയിൽ പപ്പടം ഇട്ടുകാണ്ട് ചൂടാക്കിക്കാണ്ട് വേവിക്കും കേട്ടോ. പൊരിച്ചൂല. നമുക്ക് പൊരിച്ചാൽ കാക്കൂന് പൊരിച്ചാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ കണലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണലിലിട്ട് കാണ്ടെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം അല്ലേ. ഈ അപ്പച്ചട്ടിയില്ലേ അതിലിട്ട് കാണ്ടാണ് കാട്ടിക്കൂട്ടലാണ് കേട്ടോ. അപ്പോൾ അതാക്കണ രാവിലെ തന്നെ ആ തിരുമ്പി വെച്ചത് കുറച്ച് ഞാനാണ് തിരുമ്പി വെച്ചിരുന്നല്ലോ രാത്രി. ഷെയ്മോളോട് അറിയാം അതൊക്കെയാണ് തോരട്ടൂടെടി അറിയാം. പിന്നെ എന്താ അറിയാമോ ഇത് വെച്ചാൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണേണ്ടി ഒന്നും ലൈക്ക് ചെയ്യുകൊണ്ട്. ലൈക്ക് ചെയ്യാൻ ഒത്തിരി മടിയുണ്ട്. നമ്മളെ വ്യൂ നല്ലോണം കുറവുണ്ട്. വീഡിയോസ്
കണ്ടിന്യൂ ആയിട്ട് ഇടായിട്ടാ തോന്നണു അല്ലേ. ഇടുമ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്ത് തരുകൊണ്ടിട്ടോ. പിന്നെ ഷോർട്സിനൊന്നും ഒരു ഒഴിവും കിട്ടായിട്ടാണ് കേട്ടോ ഷോർട്സും കാര്യങ്ങളൊന്നും വരാത്തത്. പിന്നെ പുതിയ ബൺ മെറ്റീരിയൽസൊക്കെ വന്നാൽ ഞാൻ ഷോർട്സ് ഇടും. എണ്ണ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ ഷോർട്സ് ഇടും. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ. അപ്പോൾ അതൊന്നും ഇപ്പം നമുക്ക് ഇല്ലത് അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ അതിനും കൂടി നിന്ന് കഴിഞ്ഞാൽ നേരം വെളുക്കോളം എനിക്ക് ഡ്യൂട്ടി ആരും നിങ്ങൾക്ക് അറിയില്ല. അന്ത്യായി നേരം വെളുക്കോളം, നേരം വെളുത്ത് അന്ത്യാകുവോളം. അപ്പോൾ പണി തന്നെയായിരിക്കും, ഒരു ഒഴിവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എണ്ണൻ്റെയും പെണ്ണിൻ്റെയും ഒന്നും ഷോർട്സ് ഇടാത്തത് കേട്ടോ. സാധനങ്ങളൊക്കെ ചിരിച്ചൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവരൊക്കെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ ഓരോ വീഡിയോസിൻ്റെ അടിയിലും ഉണ്ടല്ലേ നമ്പറുകൾ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി 6 മണി തൊട്ടിട്ട് നേരം വെളുക്കുമ്പോൾ എല്ലാ വീഡിയോസുകളാണ് ഇന്ന് അപ്ലോഡ് ചെയ്തത് കേട്ടോ. ഞാൻ കുഞ്ഞുമണിയാളെയൊക്കെ കുളിപ്പിക്കട്ടെ. എന്നിപ്പോൾ വെള്ളിയാഴ്ചയൊക്കെയാണ്. അപ്പോൾ റിതുവിനോട് ലേശം സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞാണ്. ഇപ്പോൾ ഗൃഹനാഥന് റിതു അയക്കണം കേട്ടോ. നിങ്ങൾ ചിരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണം. ഇനി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ നയിച്ചുകാണ്ട് സാധനം കൊടുന്നു. മുട്ടയും ഉണക്കമീനും പിന്നെന്താ റിതുവോ സ്രാവ്, പപ്പടം, ഇതെന്താടാ മോരും. 2 ദിവസമായിട്ടാ പഠിക്കുവാലോ തുടങ്ങിയിട്ട്. 15-ാം വയസ്സിൽ കുടുംബം നോക്കാൻ ഇറങ്ങിട്ടോ. ഇപ്പൊ വെജാതായി കിടന്നു അല്ലേ. റിതുവോ എന്നോടെന്താ അപ്പ പറഞ്ഞത്? പണിയെടുത്ത പകുതി പൈസ ഉമ്മാക്ക് കൊടുന്നു കൊടുക്കണം. ബുക്കൊക്കെ വാങ്ങാണ്ട് പെങ്ങന്മാർക്കും ഓനൊക്കെ. അപ്പോൾ സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ചത്തെ സ്പെഷ്യലാണ്. മുട്ട കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഓരോന്ന്, പപ്പടും പിന്നെ ഉണക്കസ്രാവും മോരും കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിക്കൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. ഞാൻ പള്ളി ഇരുന്നിട്ടാണ് പണി കേട്ടോ. എന്ത് പണിക്കാൻ പോലെ കഴിച്ചപ്പോ എല്ലാരും പണി പറയണ്ട അല്ലേ. അപ്പൊ എന്റെ കുട്ടിക്ക് ആയുസ് ആരോഗ്യ ആഫിയത്ത് കിട്ടാൻ എല്ലാരും ദുആ ചെയ്യണ്ട്. ആരെടുക്കണത് പിന്നെത്താ ഞാൻ വരുമ്പോത്തിന് ഉണ്ടാക്കി വെക്കാട്ടോ. ഞാൻ പോയി പള്ളിയിൽ പോയി വാപ്പോത്തിന് ഭക്ഷണമൊക്കെ റെഡിയാക്കും. അപ്പോൾ കുറച്ച് ദിവസം ഇപ്പം 2 ദിവസമായിട്ട് പണിക്ക് പോലെ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിലും പണിക്ക് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിലേ അങ്ങോട്ട് ശീലമാട്ടെ. പഠനമൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ടല്ലടാ +1-ന്. അപ്പോൾ സീറ്റ് കിട്ടട്ടെ. അപ്പോൾ അതോളം നമ്മൾ ചെറിയ വട്ടച്ചെലവുകളൊക്കെ കഴിഞ്ഞു പോകണം. പിന്നെ അവൻ്റെ ബുക്സ് കാര്യങ്ങൾ പിന്നെ പെങ്ങന്മാർക്ക് ബുക്കൊക്കെ വാങ്ങാനായിക്കണേ ലക്ഷ്യ. അപ്പോൾ വാലേക്കും സലാം. നിങ്ങൾ പിന്നെ ഒരു ഫോട്ടോ